ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് മൂന്നാം അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഭഗവാൻ അർജുനന് ഈ ഭാഗത്ത് മൂന്നാം അധ്യായത്തിൽ യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. യജ്ഞപ്രകരണം. എന്താണ് യജ്ഞം? ഇനി തുടർന്ന് വരുന്നതിലും കുറേ വിസ്തരിക്കുന്നുണ്ട് യജ്ഞത്തെക്കുറിച്ച്. ഈ യജ്ഞ ശബ്ദം നമ്മൾ മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. നമ്മുടെ പല മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. ഈ ധാരണകളെല്ലാം തച്ചുടയ്ക്കുന്നതാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചു പോരുന്നത് എങ്കിൽ അതിന് ധർമ്മശാസ്ത്രം എന്തു പിഴച്ചു? അത് നിങ്ങൾക്ക് ഓരോരുത്തർ നിങ്ങളുടേതായിട്ടുള്ള സ്വയം മനസ്സിലാക്കലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അറിവ് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതോ അതിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ഈ ഭൂമിയാണ് കറങ്ങുന്നത്, സൂര്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോനെ പിടിച്ച് അകത്താക്കിയല്ലോ. അപ്പോൾ അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ മാറ്റി പറയാം, പക്ഷെ അതുകൊണ്ട് കാര്യം മാറുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഗീത പറഞ്ഞതുകൊണ്ട് കാര്യം അങ്ങനെ ആവില്ലല്ലോ. ഗീതയിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാവും. അല്ലെങ്കിൽ ശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ മുക്തിം ഭജതി എന്ന ജന്മശതേന, 100 ജന്മം നമ്മൾ ഇതൊക്കെ ചെയ്താലും കിട്ടില്ല എന്ന് പറയാം. കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി എന്ന ജന്മശതേന. അത് പമ്പയിൽ മുങ്ങിയാലും ഗംഗയിൽ മുങ്ങിയാലും കൈലാസത്തിൽ പോയാലും അറിവില്ലാതെ, ജ്ഞാനവിഹീന, അറിവില്ലാതെയാണ് ഈ കർമ്മങ്ങളെല്ലാം എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണപരമായി ഭവിക്കാൻ, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്തിക്കാൻ അത് സാധ്യമല്ല. മറിച്ച് കൂടുതൽ ബന്ധനത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് മൂന്നാം അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. കാട്ടുകള്ളൻ മൂരാച്ചി എന്നാണ് ഭഗവാൻ പറയുന്നത്. ആരെയാ ഭഗവാൻ പറയുന്നത്? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ, ഇഷ്ടങ്ങളായിട്ടുള്ള നമുക്ക് വേണ്ടുന്നത് തരുന്ന ദേവന്മാർ. ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടകങ്ങൾ ഓരോന്നും, ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഈ മഹാഗാലക്സിയിലെ എല്ലാം ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അത് നമ്മളെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യജ്ഞത്തിൻ്റെ രഹസ്യം നമ്മൾ അറിയേണ്ടതാണ്. ഇതാണ് ഭഗവാന്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത്. അങ്ങനെ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ, അവർ വളരെ വിനയാന്വിതരായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് വേണ്ടുന്ന ഇതെല്ലാം നൽകുന്നത്, പ്രകൃതി കനിഞ്ഞ് നൽകുന്നത്. തൈഹി, അവർ നൽകിയിട്ടുള്ള അതിനെ അപ്രദായേഭ്യഃ, തിരിച്ചൊന്നും നൽകാതെ ഒറ്റയ്ക്ക് ഭുജിക്കുക എന്ന് മാത്രം ചെയ്യുന്നത് ആരാണോ ഭുങ്ക്തേ സ്തേന ഏവ സഹ, അവൻ കാട്ടുകള്ളനാണ് എന്ന് പറയാം. തുടർന്നാണ് ഇവൻ കഴിക്കുന്നതേ പാപമാണ് ഇവൻ പാകം ചെയ്ത് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് പാകം ചെയ്യുന്നത് മാത്രമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ, നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട് ആനയെ എഴുന്നള്ളിപ്പ് കാണുമ്പോൾ, ആനയെ ഈ നെറ്റിപ്പട്ടമൊക്കെ, നമ്മൾ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ തുറന്നു പറയാം. അതിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നത് നമ്മുടെ വിഷയമല്ല. കാരണം നമ്മളിത് നേരിട്ട് ഒരുപാട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് പറയുന്നതാണ്. ഈ ആന
ഉത്സവത്തിന് ആന ഇടയാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഇടഞ്ഞു കഴിഞ്ഞാൽ ആന ചിലരെയൊക്കെ ചവിട്ടിക്കൊല്ലും, ചിലരെയൊക്കെ എന്താ പറയുക, അത് അങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. ഈ പറഞ്ഞ ഓട്ടോറിക്ഷയൊക്കെ ചവിട്ടി പൊട്ടിച്ച് തവിട് പടിയാക്കി ബൈക്ക് അത് അവിടെ നടത്തുന്ന ഒരു ഒരു നായാട്ടുണ്ട്. നമുക്കത് കണ്ടാൽ യാതൊരു വിഷമവും തോന്നാറില്ല. അതിലാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു വിഷമവും തോന്നാറില്ല. കുറച്ചെങ്കിലും നമ്മളൊന്ന് റിലീസ്ഡ് ആവാറുണ്ട്. കാരണം അതിന് അത്യാവശ്യം ഒന്ന് പ്രതികരിക്കാൻ സാധിച്ചുവല്ലോ ഭഗവാനെ എന്ന്. കാരണം അതിൻ്റെ ഒരു ക്ഷമയുടെ നെല്ലിപ്പടി കഴിയുമ്പം അത് പ്രതികരിക്കുന്നു. ആ സമയത്ത് ആരൊക്കെയാണോ അവിടെ മുന്നിലുള്ളത്, അത് ചെറിയ കുട്ടിയാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, വൃദ്ധനാണോ, മതസ്ഥൻ എന്ന മതക്കാരനാണോ, രാഷ്ട്രീയക്കാരനാണോ, ഒന്നും അത് നോക്കില്ല. നേരത്തി പിടിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രകടനമുണ്ട്. നമുക്കത് സന്തോഷം തരുന്നത്. എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ലല്ലോ, ഈ ദുഷ്ടന്മാർ പഠിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. CS രാജേഷിൻ്റെ ഒരു ഗംഭീര കവിതയുണ്ട്, ആനയെ. അതൊരിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഒരു ആനയുടെ വളരെ പഴയ കവിതയാണ് അദ്ദേഹം. അദ്ദേഹം മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. മൂപ്പര് പൂച്ചയെക്കുറിച്ചും കാക്കയെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കവിത എഴുതുന്ന ആളാണ് CS രാജേഷ്. അങ്ങനെ വലിയ പ്രശസ്തനല്ല, പക്ഷേ നല്ല ഡെപ്തുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആനയുടെ വിലാപമുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് വല്ലാത്തൊരു ഇമോഷൻ വരും. ഒരു ആന പാവ ആ കാട്ടിൽ നിന്ന് അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് തെറ്റി നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ വിലാപം അമ്മയോട് അത് നൊന്ത് പറയുന്നതാണ്. അമ്മേ, എന്തൊക്കെയാണ് ഇവരെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന്. ഭയങ്കര ഒരു മാതൃത്വത്തോടുള്ള അതിൻ്റെ ദയനീയമായ കേണുള്ള കരച്ചിലാണ്. നിങ്ങൾ ഈ ഗുരുവായൂർ കേശവനൊന്നുമല്ല കാണേണ്ടത്, ഇത് കേൾക്കണം. കുറേ നമ്മുടെ നാട്ടിൽ കുറേ സിനിമാ നടന്മാരും ഉണ്ട് ഇതിൻ്റെയൊക്കെ. ഞങ്ങൾ ഈ ആനപ്രേമികൾ എന്ന് വാസ്തവത്തിൽ ഇവർ ആനപ്രേമികളൊന്നുമല്ല, ആനദ്രോഹികളാണ്. ഒരു തർക്കവും വേണ്ട. ഇവർ ഈ പാലക്കാട് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആനയുടെയൊക്കെ ഫോട്ടോ വീട്ടിൽ തൂക്കിയിട്ടത് കാണാം. ഒക്കെ ദ്രോഹികളാണ് ആനയെ. എന്നിട്ട് ചിലർ എനിക്ക് ഇവനെ അറിയാം, പപ്പനാവൻ, മറ്റവൻ, ഇന്നടുത്തവൻ, മറിച്ചവൻ, നിങ്ങളിടുന്ന പേരുകളാണ് ഇതൊക്കെ. അല്ലാതെ അവനെന്ത് പേര്? ഈ ആന എന്നുള്ളത് തന്നെ അവൻ്റെ പേരല്ലേ, നമ്മളിട്ടതാ. അവനവൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല, വിധാതാവും പേരൊന്നും കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ പേരിടും, ഇത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ അനുഭവിക്കും, അതിൽ തർക്കമൊന്നുമില്ല. ആരും നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു, സ്വാമി ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതൊക്കെ ശരി തന്നെയാണോ? അപ്പോൾ ഒരു തർക്കവും വേണ്ട. കാരണം കർമ്മശാസ്ത്രം അനുസരിച്ച് അങ്ങനെയാണ്. യഥാദേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം കർമ്മഫലം കർത്താരം അനുഗച്ഛതീന. 1000 പശുക്കുട്ടികളുടെ ഇടയിലേക്ക് അതിൻ്റെ തള്ളയുടെ അടുത്തേക്ക്, ആ 1000 പശുക്കളുടെ ഇടയിലേക്ക് എങ്ങനെയാണോ അതിൻ്റെ കിടാവ് അതിൽ ഒരെണ്ണത്തിൻ്റെ കുട്ടി ആ തള്ളയെ കൃത്യമായി കണ്ടുപിടിച്ച് അതിൻ്റെ അകിടിൽ പോയി മുല കുടിക്കുന്നത്, ഇതേപോലെ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് വരും. എന്ത്? കർമ്മഫലം. അത് അനുഭവിച്ച് തന്നെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകും. ഇതൊന്നും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ പറഞ്ഞ വെടിയും ഈ പറഞ്ഞ ആനയുടെ പേക്കൂത്തൊന്നും, അതിനെ പാവം സ്വതന്ത്രമായിട്ട് വിട്ടേക്കുക. പിന്നെ അതിന് ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ ഓർഫനേജൊക്കെ ഉണ്ട്, എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. നമുക്കിവിടെ തിരുവനന്തപുരത്തും ഉണ്ട്. നമ്മുടെ ആശ്രമത്തിനടുത്താണ് കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതെന്താന്ന് പറഞ്ഞാൽ അത് ഈ കാട്ടിൽ നിന്നൊക്കെ തെറ്റി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ കാട്ടിലേക്ക് കയറ്റില്ല മറ്റവർ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രശ്നമാണ്. അതിന് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാവും. അപ്പോൾ അതിനെ നമുക്ക് പരിപാലിക്കാം. അതിന് ഈ കൂച്ചുവലം കെട്ടി കുത്തി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ എഴുന്നള്ളിക്കുക, തടി പിടിക്കാൻ കൊണ്ടുപോവുക, റോട്ടിൽ കൂടെ നടത്തുക. എത്ര കിലോമീറ്റർ ഈ ചുട്ട് പൊള്ളുന്ന റോട്ടിലൂടെ. പിന്നെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള അതിൻ്റെ പോക്ക്, അതൊക്കെ അതിന് വലിയ ഇഷ്ടമുള്ള കാര്യം എന്നാണോ വിചാരിക്കുന്നത്? വല്ലാത്തൊരു അസ്വസ്ഥതയായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. ആ ജീവിയായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം, ജീവിയായിട്ട് നിന്നിട്ട് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ. അതിന് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇതിലുള്ളത്? ദൈവികം എന്ന് പറയുന്ന ദൈവികം എന്തിനാ ഇല്ലാത്തത്? മലത്തിലെ കൃമിയിലുണ്ടെന്ന് ദൈവികം. അതാണ്
മലത്തിൽ ഇങ്ങനെ നൊച്ചി കളിക്കുന്നതുണ്ടല്ലോ, അതാണ്, ആ സത്യമാണ്. അല്ലാതെ ആനയിൽ മാത്രം നിങ്ങൾക്ക് ഇത്ര കാണാൻ. അതിൻ്റെ തലയുടെ മുകളിൽ നെറ്റിപ്പട്ടവും വെച്ച് അതിന് തന്നെ നെറ്റിപ്പട്ടം കിട്ടുന്നത് അറുപൂറം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങളും സംശയങ്ങളും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുമ്പോൾ കൂടി പോകും. ഇതിൽ നമ്മളെ ഉപദേശിക്കാൻ വരരുത്. നിങ്ങൾ ചെയ്യുന്നത് ദുഷ്ടത്തരത്തിൻ്റെ, നിങ്ങളൊക്കെ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഈ ദുഷ്ടത്തരത്തിൽ, അതിൽ ഒരു തർക്കവും വേണ്ട. അതിനി മന്ത്രിയല്ല, വകുപ്പ് മന്ത്രിയല്ല, ഏത് സിനിമാ നടനാണെങ്കിലും ഇവരൊക്കെ ആനപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആനകളെ ഈശ്വര നിന്ദ ചെയ്യുന്ന, കൊടിയ പാപം ചെയ്യുന്ന, ഇവിടെ പറഞ്ഞ പാപത്തെ ഭുജിക്കുന്ന, പാപം പാകം ചെയ്യുകയാണ്. അവർ കഴിക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിലും ഇതാണ് അവർ ചെയ്യുന്നത്. പാപം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ തിന്നുകൊണ്ടിരിക്കുക. ഭഗവാൻ പറയുന്നു ഇവരെന്താണ്? ആത്മകാരണാത് പചന്തി. ആത്മകാരണ എന്ന് പറഞ്ഞാൽ തൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ട് താൻ അവിടെ ഇങ്ങനെ എന്നിട്ട് ഈ ആന ചെവിയിട്ട് ഇങ്ങനെ അത് കളിക്കുമ്പോൾ പറയാം, അത് കണ്ടോ, അത് ആസ്വദിക്കുന്നുണ്ട്, അതിനത് ഗണപതിയാട്ടം. എന്തോന്ന് ഗണപതിയാട്ടം? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ പാപത്തെ നമ്മൾ ഭുജിക്കുന്നു. ആരാണ്? യജ്ഞശിഷ്ടാശിനസന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ചതേ തേ ത്വകം പാപാഹ യേ പചന്തി ആത്മകാരണാത്. അവരൊക്കെ അവനവന് വേണ്ടിയിട്ട് ഈ രാവിലെ തന്നെ ഇതാണ് പാചകം ചെയ്യുന്നത്. അപ്പം ഈ പാപം പാചകം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഇതല്ല ഈശ്വര പൂജ, അല്ലെങ്കിൽ ഈശ്വര ആരാധന എന്ന് പറയുന്നത് അതല്ല. നിങ്ങളതിന് പഴം കൊടുത്തതുകൊണ്ടോ നിങ്ങളതിന് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തതോ അതൊക്കെ വിരുദ്ധമായിട്ട്, അതിൻ്റേതായിട്ടുള്ള ആഹാരമുണ്ട്. ഒന്നും വേവിച്ച ഭക്ഷണമൊന്നും അതിൻ്റെ ആഹാരമല്ല. അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉരുട്ടിയൊക്കെ കൊടുക്കുകയാണ് അതിന്. ഇതാണെന്ന് അതിന് ചികിത്സ, അതിനല്ല അതിൻ്റേതായിട്ടുള്ള ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. ഒരു ടൈഗർ ബാമും ടൈഗറിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ്. അവരൊന്നും മൃഗാശുപത്രിയിൽ സ്വന്തം നിലയിൽ പോകാറില്ല. അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്കറിയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? നമ്മൾ ഈ പാപം പാകം ചെയ്യുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും ഞാൻ ഉച്ചയ്ക്കും ഒക്കെ ഇത് തന്നെയാണോ മൃഷ്ടാന്നം ഭുജിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ, മൃഷ്ടാന്നം ഭുജിക്കുന്നത് ഇതാണ്. ഇത് നമ്മളൊന്ന് മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പരകായ പ്രവേശം ആവശ്യമുണ്ട്. ഏതാണ് പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആനയുടെ ശരീരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. എന്നിട്ട് അതിനോട് ചോദിക്കണം, നിനക്ക് എങ്ങനെയാണ് അതൊക്കെ സുഖമായിട്ടിരിക്കുന്ന സന്തോഷമായിട്ടുള്ള കോന്നിയിൽ നിൻ്റെ സ്കൂൾ നല്ലതാണോ? ആദ്യം അതിൻ്റെ സ്കൂളിൽ പോയിട്ട് ചോദിക്കുക. കോന്നിയിലും അതുപോലെ വേറെയും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ കൊടകിൻ്റെ അവിടെയുണ്ട്. അവിടെയും നമ്മൾ പോയി എന്താ പറയുക, നല്ല അതിമനോഹരമായ സ്ഥലം. അതിനെ കാണണം. അവിടെ പോയിട്ട് അതിനെ അനങ്ങാൻ പറ്റാത്ത വലിയ മരത്തടിയാണ് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അനങ്ങാൻ പറ്റില്ല. അനങ്ങാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലിട്ടിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് അതിൻ്റെ ചെവിയുടെ ഇവിടെയാണ് തോട്ടിയിട്ട് വലിക്കുന്നത്. കാലിൻ്റെ അവിടെ ഇട്ടിട്ട് കുന്തം കൊണ്ട് കുത്തി വ്രണം വരുത്തും. ആ വ്രണത്തിലാണ് പിന്നെ കുത്തിയിട്ട് ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കാണുന്ന പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ അവിടെ ആ കാലിൻ്റെ അവിടേക്ക് ഒന്ന് തൊട്ടാൽ മതി, അതെന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മൾ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, നിങ്ങളിത് അനുഭവിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കാരണം നിങ്ങൾ ഈശ്വരൻ്റെ പേരിൽ നടത്തുന്ന ഒരു ദുഷ്ടത്തരത്തിൻ്റെ പാരമ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ അതിന് നിങ്ങൾക്ക് കർമ്മഫലത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിവിടെ നിന്ന് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. തർക്കമില്ല. നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കിത് അനുഭവിക്കണം എന്ന്. ഈ ആനപ്രേമികളെല്ലാം ഈ നാട്ടിൽ നിന്ന് അനുഭവിച്ചേ പോകും. നിങ്ങൾക്ക് ആനയോടൊരു പ്രത്യേക പ്രേമം, നിങ്ങൾക്ക് ബാക്കിയുള്ള പോത്തിനോടും പന്നിയോടും
ഈ പറഞ്ഞ ബാക്കി ജീവജാലങ്ങളോടൊന്നും ഇല്ലാത്തത്? ഒരു പശുവിനോടൊരു പ്രേമം, ആനയോടൊരു പ്രേമം, ബാക്കി എന്താ പ്രേമമൊന്നും എവിടെ പോയി? എടോ സർവഭൂതഹിതേരഥാഹ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. സർവജീവജാലങ്ങളോടും. അതിൽ ഇന്നത് എന്നൊന്നുമില്ല, അതൊക്കെ ഇനി വരാൻ പോവുക. അതുകൊണ്ട് ആനയുടെ കാര്യത്തിൽ നമ്മളെ ഉപദേശിക്കേണ്ടതില്ല. അതിൻ്റെ എല്ലാ വശങ്ങളെയും, അത് ഈ പരുവത്തിലായി ഇവിടെ എത്തുന്നതിനെക്കുറിച്ച് വരെ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നല്ല ബോധ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ കർമ്മഫല സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾക്കിതിൽ ഫലം ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ ആ ഗുരുവായൂർ ആനപ്പന്തി അതിൽ തന്നെ കാണട്ടെ. അവസാനം ഇപ്പം എന്താ, ഒരു നല്ല കാലത്തിന് അവിടെ ആനയെ നടക്കിയിരുത്തുന്ന പരിപാടി ഇല്ല. അപ്പോൾ അത് നിരോധിച്ചിരിക്കുക, അത് വേണ്ടാന്ന് വെച്ചിരിക്കുക അവർ. നല്ലത്. അല്ലാതെ ഓരോരുത്തന്മാരുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട്, ധനത്തിൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുക. ഇവൻ ഈ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവൻ പ്രാർത്ഥിക്കണത് ആനയെ നടക്കി വെക്കാന്ന്. ഗുരുവായൂരപ്പൻ ഇവനോട് പറയുക ആനയെ ഇങ്ങോട്ട് വെക്കുന്നു. വിവരക്കേട്. തുടർന്ന് പറഞ്ഞു, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മസമുദ്ഭവം. എങ്ങനെയാണ് യജ്ഞത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം കർമ്മമായിരിക്കുന്നത്? ആ കർമ്മത്തിൽ നിന്ന് എങ്ങനെയാണ് യജ്ഞമുണ്ടാകുന്നത്? അതിൽ നിന്നെങ്ങനെയാണ് മഴ? അതിൽ നിന്നെങ്ങനെയാണ് ജീവജാലങ്ങൾ? ഇതെല്ലാം പ്രകൃതിയുടെ നിയമത്തെക്കുറിച്ച് പറയുകയാണ്. മഴയുണ്ടാവുമ്പോഴാണ് ജീവജാലങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ടുന്ന അന്നം കിട്ടുന്നത്. നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ പറയുമല്ലോ. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന അന്നം മഴയെ ആശ്രയിച്ചിട്ടാണ്. ആ മഴയെ ആശ്രയിച്ചിട്ടാണ് വൃക്ഷലതാദികളൊക്കെ നിലകൊള്ളുന്നത്. ആ മഴ യജ്ഞത്തെ ആശ്രയിച്ച. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, സതുദ്ദേശത്തോടുകൂടി കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ പ്രകൃതി ഘടകങ്ങളൊക്കെ തന്നെ സദാ യജ്ഞത്തിലാണ് ഇത് നിലകൊള്ളുന്നത് എന്ന് മുമ്പ് പറഞ്ഞു. സഹ യജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുക്. ഈ വിശ്വത്തെ തന്നെ നിർമ്മിച്ചത് അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു പരസ്പര ധാരണയിലാണ് ഇത് നിലകൊള്ളുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേണം നിങ്ങൾ അഭിവൃദ്ധിയെ പ്രാപിക്കുവാൻ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത് 15-ാമത്തെ ശ്ലോകമാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം 5 വിധം. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർ പഴയ എപ്പിസോഡ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞത് അവിടെ മനസ്സിലാവും. അപ്പോൾ ഈ കർമ്മം എവിടുന്നാണ്? ബ്രഹ്മോദ്ഭവം. ഇന്നലെ പറഞ്ഞു, കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം. എല്ലാ ചലനവും ഒരു ചലിക്കാത്ത അധിഷ്ഠാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ്. അപ്പോൾ ആദ്യ ചലനം എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന ഈ വിശ്വത്തിനൊക്കെ തന്നെ അതിൻ്റെ പ്രാണസ്പന്ദനം, ശക്തിസ്പന്ദനം എന്ന് പറയും. അപ്പം നമ്മളിൽ അത് പ്രകടമാകുന്നത് പ്രാണൻ്റെ സ്പന്ദനമായിട്ടാണ്. ബോധത്തിലെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് തന്നെ പ്രാണൻ്റെ സ്പന്ദനമാണ്. അപ്പോൾ അവിടെ എന്തില്ല? കർമ്മമില്ല. ഇനി അതിനെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. മുന്നിലേക്ക് വരുന്ന സമയത്ത് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത് ആരാണ്? അവനാണ് ജ്ഞാനി, അവനാണ് അറിയുന്നവൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ശ്ലോകം ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മത്തിലാണ് കർമ്മം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ബ്രഹ്മമോ അക്ഷര സമുദ്ഭവം. ബ്രഹ്മം ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മം, പരമമായിട്ടുള്ള ബോധം. അക്ഷരം, പ്രണവത്തെ അക്ഷരം എന്ന് പറയും.
അതിലാണ് അത് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. തസ്മാത് അതുകൊണ്ട് സർവഗതം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉള്ളത് എന്നല്ല, സർവഗതം എല്ലായിടത്തും എന്താണോ ഉള്ളത് അതാണ് ബ്രഹ്മം. അങ്ങനെ സർവഗതമായിട്ടുള്ള ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇത് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. ഈ യജ്ഞമാണ് നമ്മൾ ഈ വിശ്വത്തിൽ കാണേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ഭാരതീയ വേദാന്ത ചിന്ത, ആ ചിന്തയുടെ പ്രകാരത്തിൽ അതനുശാസിക്കുന്നത് ഈ ആത്മബോധത്തിലൊഴിച്ച്, അതായത് ഈ ബ്രഹ്മബോധത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും മനുഷ്യൻ, നമ്മൾ വ്യത്യസ്തരാണ്. എന്തുണ്ട്? രണ്ടുണ്ട്. എവിടെ? ബ്രഹ്മബോധത്തിൽ, ആത്മബോധത്തിൽ ഒഴിച്ച്. ക്ലിയറായി തോന്നുന്നുണ്ട്? ആത്മബോധത്തിൽ ഒഴിച്ച് മനുഷ്യർ എന്താണ്? എല്ലായിടത്തും നമ്മൾ വ്യത്യസ്തരാണ്. എന്നാൽ ആത്മബോധമൊഴിച്ചുള്ളതെല്ലാം തന്നെ എന്താണ്? അത് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്, മായയാണ്. അതുകൊണ്ട് അത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് മറ്റൊന്നിൻ്റെ വേദന മനസ്സിലാവുക, മറ്റൊന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. അവിടെയാണ് നമ്മൾ ഈ വസുദൈവ കുടുംബകം എന്ന ഫിലോസഫി പറയുന്നത്. അവിടെയാണ്. അല്ലാത്തടത്ത് എന്താണ്? അയം നിജ പരോ വേത്തി ഗണനാം ലഘുചേതസാം. അവൻ, ഇവൻ. ആത്മബോധത്തിൽ അതില്ല. അത് ആത്മബോധം ഒഴിച്ചിട്ടുള്ളതാണ്. അവൻ്റേത്, ഇവൻ്റേത്, എൻ്റേത് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഗണനാം. അങ്ങനെ കണക്കാക്കുന്ന ആരാ? ലഘുചേതസാം, അല്പബുദ്ധികൾ, പാപികൾ, പാപം ഭുജിക്കുന്നവന്മാർ. അയം നിജപ്പരോവേത്തി ഗണനാം ലഘുചേതസ ഉദാരചരിതാനാം തു. എന്നാൽ ഉദാരചരിതന്മാരാകട്ടെ വസുദൈവ കുടുംബകം. അവർക്കുള്ളതാ വസുദൈവ കുടുംബകം. ഉദാരചരിതന്മാർക്ക് അവർ എല്ലാറ്റിനെയും തൻ്റെ തന്നെ പ്രതിരൂപമായി കാണും. അവർക്ക് വിഭജിക്കാൻ സാധ്യമല്ല ഒന്നിനെയും. ജാതി കൊണ്ടോ മതം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ ജീവജാലങ്ങളെ പോലും വിഭജിക്കില്ല. ചിലർക്ക് അങ്ങനെയാണ്. ചില സാധനങ്ങളെയൊന്നും ഇഷ്ടമല്ല. അത് നിങ്ങൾക്ക് സ്വയം, നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാനുള്ളതാണ്. ചിലർക്ക് ഈ പറഞ്ഞ എന്താ പറയുക, തത്ത, അങ്ങനെയുള്ള ചില കിളികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാക്കയെ കണ്ടാലോ അതിനോട് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാക്കയെ കണ്ടാൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കണമെന്നും ഇവൻ എന്താ ചെയ്യണമെന്നും. എന്തൊരു സുന്ദരിയ കാക്കാന്നറിയോ? എല്ലാ പക്ഷികളും സുന്ദരികളാണ്, സുന്ദരിയും സുന്ദരന്മാരൊക്കെ തന്നെയാണ്. കാക്ക അതിലേറെ. കാക്കയെ നിങ്ങൾ മഴയൊക്കെ ഒരല്പം മഴ കൊണ്ട കാക്കയുടെ ചിറക് നോക്കണം. ഇങ്ങനെ പളുങ്ക് മണികൾ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതിൻ്റെ ആ ഫിനിഷിങ് കാണണ്ടേ, കൊക്കിൻ്റെയൊക്കെ ഫിനിഷിങ് അവന്മാർ നോക്കുന്നത് കാണണ്ടേ. ഇങ്ങനെ നമ്മുടെ നേരെ അതിൻ്റെയൊക്കെ മുകളിൽ നമ്മുടെ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ അടുക്കളേൻ്റെ ഭാഗത്തൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആശ്രമത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വന്ന് അവിടെ അങ്ങനെ ഇരിക്കും. എന്തെങ്കിലും കൊടുക്കും നമ്മൾ, ഇതിൽ കുറച്ച് അരിയെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ അവന്മാർ ഇങ്ങനെ ഒരു നോട്ടമുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ദൃഷ്ടി, ഇത് ആളുകളെ തിരിച്ചറിയുന്നത്, അവരുടെ ഐക്യം. എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാരെല്ലാം വിളിച്ചു കൂട്ടി. വേറെ ഒരു പക്ഷിയിൽ ഇത്ര കാണാറില്ല. ഭയങ്കര സംഘടിതമായിട്ടുള്ള ഒന്നാണ്. എന്ത് സൗന്ദര്യമുണ്ട് അതിന്. എന്നിട്ട് നമ്മളാണ് അതിൻ്റെ പേരിൽ എന്തൊക്കെ അന്ധവിശ്വാസം ഉണ്ടെന്നറിയോ? കാക്ക കുളിക്കുന്നത് കാണാൻ പാടില്ല എന്ന്. ഇവനാണെങ്കിലും അപ്പുറത്തെ വീട്ടിലുള്ളവർ കുളിക്കുന്നത് നോക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് നിന്ന് തല്ലി കിട്ടിയതാണ്. ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തതാണ്. കാക്ക കുളിക്കുന്നത് കണ്ടാൽ എന്താ? വേറൊരു മനുഷ്യന്മാർ കുളിക്കുന്നത് കാണാൻ അത് ശരിയല്ല. അവരെ കുളിമുറിയിൽ ഒളിഞ്ഞു നിന്ന് നോക്കേണ്ട കാര്യമില്ല. കാക്ക കുളിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പം എന്താ കുഴപ്പം?
കുളിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, ഒന്നും കുളിക്കുന്നത് നോക്കണ്ട. കാരണം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. ഇണ ചേരുന്നതും കുളിക്കുന്നതും അതല്ലേ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കണമെങ്കിൽ നിരീക്ഷിച്ചോളൂ. അത് ദോഷമാണെന്ന് പറയുന്നത് എന്താ? കാക്കയുടെ കാര്യത്തിൽ മാത്രം. കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ കരുതി ഞാൻ അരി കുറച്ചിട്ടു. നല്ലതാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ നല്ലതാണ്. കാരണം എന്താ, അതിനെങ്കിലും എന്തെങ്കിലും കിട്ടും. കുറേ പണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, ഒറ്റ മൈനയെ കണ്ടാൽ അടി കിട്ടും, ഇരട്ട മൈനയെ കണ്ടാൽ തോൽക്കും, ഇങ്ങനെയൊക്കെ. അങ്ങനെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും ഈ വിശ്വാസം. പിന്നെ അടുത്തതിനെ നോക്കിയിട്ട് നേരം വൈകിയതിനാണ് അടി കിട്ടിയത്. ഒറ്റയൊന്നിനെ കണ്ടാൽ അടി കിട്ടും എന്ന് ആരോ പറഞ്ഞു എന്നത് നോക്കിയിട്ട് എന്നാൽ അടുത്തതിനെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ബെല്ലടിച്ചതിന് ശേഷം ചെന്നപ്പോൾ കിട്ടിയ അടി. അപ്പോൾ വിശ്വാസം ഉറപ്പിച്ചു, അതാ ഒറ്റയൊന്നിനെ കണ്ടാൽ അടി കിട്ടും എന്നുള്ളത്. ഇങ്ങനെ മൃഗങ്ങളെ ചേർത്ത് എന്തൊക്കെ മൂടത്തരങ്ങളും അടയത്തരങ്ങളും ഉണ്ട് എന്നറിയോ? പശുവിനെ കണ്ടാൽ, കറവ പശുവിനെ കണ്ടാൽ, മൂരിയെ കണ്ടാൽ, അങ്ങനെ പശു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പശുവിനെ അപ്പുറത്തുനിന്ന് കൂടെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാസക്കൂലി കൊടുത്ത് നിർത്തിയ കുറേ പൊട്ടന്മാർ പൂർവികർ നമുക്കുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ. നിങ്ങൾക്ക് ഏതിനെ കണ്ടാലാണെന്ന് ഈശ്വരൻ്റെ പ്രതിരൂപമായി കാണാൻ കഴിവില്ലാത്ത ഒരു കണ്ണാണെങ്കിൽ, കവി ചോദിച്ചതുപോലെ അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം? അടുത്ത് നിൽക്കുന്നവനെ അനുജനായി കാണുക എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പായി കാണുക എന്നാ. അത് ഏതും ആവാം, പന്നിയാവാം, പോത്താവാം. ചിലത് നമുക്ക് പറ്റൂല. നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തോ തകരാറുണ്ട്, അല്ലാതെ അതിനല്ല കുഴപ്പം. പന്നിക്കോ പശുവിനോ ആടിനോ എലിക്കോ പെരിച്ചാഴിക്കോ ഒന്നുമല്ല. എലിയെ കാണാൻ എന്ത് സുന്ദരനാണ്, നിങ്ങൾ നിരീക്ഷിച്ചോളൂ. എന്താ മൂപ്പരെ എന്താ കൂർത്തതും ഇങ്ങനെ രോമൊക്കെ കാണണ്ട, എങ്ങനെ നോക്കും. ഇങ്ങനെ നിങ്ങൾ പിടിച്ച് കൂട്ടിലാക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കി നോക്കും. പാവം കൂട് വെച്ച് പിടിച്ച എലിയെ അതിനൊന്ന് നോക്കിയാൽ മതി, അതപ്പം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി മേലിൽ ഞാൻ അവിടെ വരില്ല, എന്നെ വിട്ടേക്കണേ എന്ന് പറയും. അപ്പോഴാണ് അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക. ഏതായാലും ബ്രഹ്മാക്ഷരം ഇതൊക്കെ യജ്ഞേ പ്രതിഷ്ഠിതം. ഇതെല്ലാം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അക്ഷരബ്രഹ്മം മുതൽ സർവം. ഈ എലികൾ നമ്മുടെ മരുന്ന് പരിശോധിക്കാനെങ്കിലും വേണമല്ലോ അവന്മാരൊക്കെ. നാളെ മുന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരിൽ നിന്നൊക്കെ ആയിരിക്കും പലതും നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ പോകണം. അവരുടെ അവയവങ്ങളൊക്കെ ആയിരിക്കും മാറ്റിവെക്കാൻ പോകുന്നത്. ആര് കണ്ടു? അല്ലെങ്കിലേ ഇവരെല്ലാം എല്ലാ വിധത്തിലും നമുക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഭഗവാൻ അടുത്തത് പറയുക, ഈ പാകം ചെയ്ത ഇവനുണ്ടല്ലോ, ഇവിടെ ഇതൊന്നും അനുസരിക്കാതെയാണ് ഇവൻ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ ഈശ്വരനെ ഭയപ്പെട്ട്? ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഈശ്വര നിന്ദ അല്ലെങ്കിൽ ഈശ്വരന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പൊതുവെ നമ്മൾ കേൾക്കാറുള്ളതാണ്, ഞാൻ ഈശ്വരന് നിരക്കാത്തൊന്നും ചെയ്തിട്ടില്ല. എന്താ അവർ പറയണത്? എന്താ അവർ സങ്കല്പിക്കണത്? ഈശ്വരന് നിരക്കാത്തത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ മേടിക്കുന്ന കൈക്കൂലി എന്തൊക്കെയാണെങ്കിലും ഞാനൊരു വിഹിതം അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ ഉത്സവത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, വെടിവെക്കാൻ കൊടുത്തിട്ടുണ്ട്, ഈ ആന എഴുന്നള്ളിപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മുന്നിട്ട് നിന്ന് അതിന് ധനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവനെ സംബന്ധിക്കുന്ന ഈശ്വരന് കൊടുത്തത്.
നമ്മൾ ഈശ്വരന് കൊടുത്തതാണ് ഇതൊക്കെ എന്ന് കരുതുകയാണെങ്കിൽ അത് ഭയങ്കര ഭൂലോക മണ്ടത്തരാണ്. നമ്മൾ ഈശ്വരന് നാളികേരം ഗണപതിക്ക് എറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നാളികേരം കൊടുക്കുന്നു, നടയിൽ പഴം വെച്ച് കൊടുക്കുന്നു, ഒരു കൊല പഴം നടയിൽ വെച്ച് കൊടുക്കുക. ഇത് ആർക്ക് കൊടുക്കുന്ന പോലെയാ? സത്യത്തിൽ ഇത് ആർക്ക് കൊടുക്കുന്ന പോലെയാ? ഇപ്പം നമ്മൾ വലിയ ധനികന്മാർക്ക്, ഇപ്പം ഇലോൺ മസ്കിന് നമ്മൾ ഒരു ഡോളർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇരിക്കട്ടെ എൻ്റെ വക എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കൊടുക്കാൻ തോന്നുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ അണ്ടകടാഹത്തിൻ്റെ മുഴുവൻ ഉടമയാണ്. മൂപ്പരുടെ ഉദ്യാനത്തിൽ മൂപ്പരുടെ അറിവോട് കൂടിയിട്ടാണ് ഈ വാഴക്കൊല കൊലച്ചതും പാകായതും എല്ലാം. നിങ്ങളുടെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ എന്തോ 30 രൂപയോ 50 രൂപയോ 100 രൂപയോ എത്രയെങ്കിലും ആവട്ടെ, അത് കൊടുത്ത് ആ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഈ നടയിൽ വെച്ചിട്ട് എൻ്റെ വക എന്ന് പറയുന്നത്, നമ്മളിത് പറയാൻ വേണ്ടി എപ്പോഴും ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഏതുപോലെയാന്ന് പറഞ്ഞാൽ, ഈശ്വരന് കൊടുക്കുന്നത് ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ, വീട് നോക്കുക എന്ന് പറയുന്ന വീട്ടുജോലി, വീട്ടിലെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കുട്ടികളുടെ കാര്യം നടത്തുക, അങ്ങനെയുള്ള വീട്ടിലെ ഗൃഹഭരണം, അതിൻ്റെ ഉത്തരവാദിത്തമുള്ള അമ്മ, ആ ഗൃഹഭരണം നടത്തുന്ന ഗൃഹകാരിണി സ്ത്രീ, ഈ കുടുംബനാഥൻ്റെ ഭാര്യ, അവർ ഇങ്ങോരുടെ ഈ പോക്കറ്റിൽ നിന്ന്, ഈ അലക്കാനൊക്കെ ഇടുമ്പം പോക്കറ്റിൽ നിന്ന് എടുത്തു വയ്ക്കുന്ന കാശുണ്ട്. 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാശ്, വലിയ എമൗണ്ടൊന്നും അല്ല, ചെറുതൊക്കെയാണ്. ഇത് അങ്ങോർക്കും അറിയാം, അത് അവരെടുത്ത് വെച്ചോളും എന്നറിയാം. അങ്ങനെ അതിൽ നിന്ന് എടുത്ത് ഇവർ വയ്ക്കും, ഇവരുടേതായിട്ടുള്ള ഒരു ഇതിൽ അത് അവർ വയ്ക്കും. അപ്പോൾ ഈ ഭർത്താവ് ഈ മാസാവസാനമൊക്കെ ആകുമ്പോൾ, ഇപ്പോഴൊക്കെ ആകുമ്പോൾ മൂപ്പര് ഭാര്യയോട് ചോദിക്കും, എടോ ഒരു 100 രൂപ ഉണ്ടോ അതിൻ്റെ അടുത്ത്? അപ്പോൾ അവർ ഈ 100 രൂപ കൊടുക്കുമ്പോൾ അവർ പറയും, അതെ കഴിഞ്ഞ മാസം മേടിച്ചതുണ്ട്, മറന്നു പോകരുത്, നിങ്ങളിങ്ങനെ ഈ ഇടയ്ക്ക് മേടിക്കാന്നല്ലാതെ തിരിച്ചു തരുന്ന പരിപാടിയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതാരുടെയാ? ഈ ഭാര്യ എടുത്തത് ആരിൽ നിന്നാ? മൂപ്പരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൂപ്പർക്ക് കൊടുത്തിട്ട് പറയാ, ഇതിനുള്ളതും കൊണ്ട് തന്നേക്കണം എന്ന പോലെയല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെതാണ് ഈ അണ്ടകടാഹം മൊത്തം. ആ പ്രതീകമാണ് അവിടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്, അല്ലാതെ വേറെന്താ? അതിൽ കാണുന്ന എന്താ പറയുക, അതിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ, ആ ബിംബത്തിൻ്റെ, വിഗ്രഹത്തിൻ്റെ, എന്തായാലും നമ്മൾ പറയുമ്പം അതെന്താണത്? ഈ പ്രതിമ എന്ന് പറഞ്ഞാൽ പ്രതിമീയതേ ഇതി, പ്രതിമീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രതിമീയതേ അനയാ ഇതി പ്രതിമ എന്നാണ്. എന്താ പ്രതിമീയതേ അനയാ ഇതി പ്രതിമ എന്ന് പറയുന്നത്? ഇതിനാൽ, പ്രതിമീയത എന്ന് പറഞ്ഞാൽ ഇതിനാൽ തുല്യമാക്കപ്പെടുന്നത്. ഏതിനാൽ? ഈ വിശ്വത്തിൻ്റെ വിധാതാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതമായിരിക്കുന്നത് യാതൊന്നാണോ അതിനെ ആ സത്യത്തെ, ഇതാ ഞാൻ ഈ കല്ലാകുന്ന ഈ പ്രതിമയിൽ പ്രതിമീയതേ, അതെന്തായിരിക്കണു? തുല്യമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ തുല്യമാക്കപ്പെട്ടിരിക്കുന്ന വിധാതാവിൻ്റെ മുന്നിൽ, അപ്പം പിന്നെ അതവിടെ കല്ലല്ല, പ്രതിമയാണ്. ആ പ്രതിമ എന്ന് പറഞ്ഞാൽ അതിൽ ഈ തത്വത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനോഭാവം വേണം? ഈ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് മൂപ്പർക്ക് കടം കൊടുക്കണ പോലെ കൊടുക്കുന്നത്. ആ അറിവോടുകൂടിയാണ് നമ്മൾ കൊടുക്കണതെങ്കിലും ഒക്കെ നല്ലതാണ്. ഭഗവാനെ, ഞാനൊരു വാഴക്കൊല അങ്ങയുടെ നടയിൽ വെക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, വാസ്തവത്തിൽ ഞാൻ എന്തൊരു അല്പനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ഈ അണ്ടകടാഹം മൊത്തത്തിൽ ഭരിക്കുന്ന അങ്ങയുടെ ഒരു ഉദ്യാനത്തിൻ്റെ ഏതോ മുക്കിൻ്റെ അങ്ങേക്ക് ഇതിൽ കണക്ക് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
അതിൽ നിന്ന് ഞാൻ സമ്പാദിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതും അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ വായു ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റി. എന്നിട്ട് എനിക്ക് കിട്ടിയ ഈ തുട്ട് കൊണ്ട് ഞാനിത് മേടിച്ച് മാർക്കറ്റിൽ നിന്ന് വിലപേശി മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതാ എൻ്റെ വക എന്ന് പറയുമ്പോൾ ഭഗവാനെ ഇതെൻ്റെ ഒരു വിവരക്കേടല്ലേ എന്നാണ് ഇവൻ പറയുന്നതെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. ഇതല്ല ചോദിക്കുന്നതേ, എൻ്റെ കൃഷ്ണ എന്താ നീ എന്നോട് ഇങ്ങനെ ഈ കടുങ്കതി ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മാസം ഞാനിവിടെ വന്ന് തൊഴാതെ നിന്നിട്ടുണ്ടോ? ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട പഞ്ചാരപ്പായസവും അതും ഇതൊക്കെ ഞാൻ വഴിപാട് കഴിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്താ കരുതുന്നത്? മൂപ്പരൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരാളാണ്. ഇതറിയാത്ത ആളാണ്. അപ്പോൾ നമ്മൾക്ക് നൽകുമ്പോൾ എന്തു വേണം? ഈ അറിവ് വേണം. അതല്ലേ നമ്മൾ ഈ ആരതി ഒഴിയുമ്പോഴുള്ള മന്ത്രം തന്നെ അങ്ങനെയല്ലേ? എന്താ? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമോ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. എന്താ പറയണത്? കർപ്പൂര ഒഴിയാ. ഞാനൊന്ന് ഭഗവാനെ കൊണ്ട് കർപ്പൂരം ഒഴിഞ്ഞു വരാം. ഭഗവാനെ ഞാനൊരു ദീപം കാണിച്ചിട്ടില്ല. അയ്യോ, ഭഗവാന്റെ മുന്നിൽ ഫോട്ടോയിൽ ദീപം വെച്ചില്ലല്ലോ. ഇത് ഈ അണ്ടകടാഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനാണ്. സൂര്യൻ അവിടെ പറയാം ന തത്ര സൂര്യോപാധി. സൂര്യൻ പോലും അശക്തനാണ് അങ്ങയെ പ്രകാശിപ്പിക്കാനേ. ചന്ദ്രനോ നടക്കൂല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇവന്മാരെല്ലാവരും കൂടി അങ്ങയെ അങ്ങോട്ട് പ്രകാശിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം എന്താ? അങ്ങയുടെ പ്രകാശം എടുത്തിട്ടാണ് ഇവന്മാരൊക്കെ പ്രകാശിക്കുന്നത്. തസ്യ ഭാഷ സർവം ഇതം വിഭാതി. നിങ്ങളുടെ ഏത് ആരാധനാദേവനാണോ, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണസ്യ, രാമനാണെങ്കിൽ രാമസ്യ, ദേവസ്യ. ഏത് ദേവസ്യ? നമ്മുടെ കോട്ടയത്തെ അച്ചായൻ ദേവസ്യാണോ? അങ്ങനെയാണെങ്കിൽ മൂപ്പരാണെങ്കിൽ അങ്ങനെ, ആരോ ആവട്ടെ, ദേവസ്യസ്യ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു സ്യാം കൂടെ ചേർക്കണം. ദേവസ്യസ്യ. സംസ്കൃതത്തിൽ ശരിയാവുമെന്ന് നോക്കണം. ദേവസ്യ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗാണെങ്കിൽ ഷഷ്ടി ഏകവചനത്തിൽ, ചതുർത്ഥി ഏകവചനത്തിൽ അത് ശരിയാവും. അപ്പോൾ നമുക്ക് നോക്കാം, എന്തെങ്കിലും ആവട്ടെ. അപ്പം നിങ്ങളുടെ ഏത് ദേവനാണെങ്കിലും ആ ദേവൻ്റെ എന്താണ് അത് കടമെടുത്തിട്ടാണ് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത്. നേമ വിദ്യുതോപാന്തി കുതോയമഗ്നി. പിന്നെ എൻ്റെ അഗ്നി എവിടെ? ഞാൻ ഭഗവാനെ ഈ കർപ്പൂരം ഇട്ടിട്ട് ഇതിങ്ങനെ കത്തിച്ച് അങ്ങേയും കൊണ്ട് പ്രകാശിപ്പിക്കുക, അങ്ങനെ ഒരു അഹങ്കാരം എനിക്ക് ഇല്ല. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അഗ്നിയും ഒക്കെ അവിടുന്ന് കടമെടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആര്? താൻ ആരും ആടെ എന്ന് ദൈവം അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഉത്തരം കൃത്യം പറയണം. ഞാൻ ആരുമല്ല, പക്ഷെ ഇതല്ലേ എനിക്ക് പറ്റൂ. ഭഗവാനെ, അവരൊക്കെ നാളികേരം ഉടയ്ക്കുമ്പോൾ ഞാൻ ചിരട്ടെങ്കിലും ഉടയ്ക്കണ്ടേ? അപ്പോൾ സൂര്യൻ സൂര്യൻ്റെ വഴിക്ക് ചെയ്യുന്നു, ചന്ദ്രൻ ചന്ദ്രൻ്റെ വഴിക്ക് ചെയ്യുന്നു, നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുടെ വഴിക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ വഴിക്ക് ഇതാ ഒരു മെഴുകുതിരി, ഒരു കർപ്പൂരം, ബസ്. അങ്ങനെയാണെങ്കിലോ ആ സർക്കിൾ പൂർണ്ണമാണ്. അല്ലെങ്കിലോ ഈ അഹങ്കാരി ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കും. ആ അഹങ്കാരിക്കുള്ള ഒരു ഗംഭീര ശ്ലോകമാണ് ഈ പാപം ഭുജിക്കുന്നവൻ്റെ കാര്യം. അവൻ്റെ കാര്യമേ ഗോൺ കേസ് അർജുന. ഇവൻ ഈ ലോകത്തിൽ നിന്ന് ഇവൻ്റെ ഷീട്ട് കീറിയതാണെന്ന് പറയാം. ആരുടെ ഷീട്ടാണ് കീറിയത് പറയും. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് 16-ാമത്തെ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ ഈ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സജീവതി. ഭഗവാൻ ഇതൊന്നും പറയാൻ യാതൊരു മടിയുമില്ല.
ഇതുകൊണ്ട് നിങ്ങളുടെ ഡൊണേഷൻ കിട്ടില്ല. മൂപ്പർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ നേരെയായ വഴിയിൽ വരണം എന്നുള്ളത് ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്താ പറയണത്? ഏവം പ്രവർത്തിതം ചക്രം. ഇത് മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. ഏവം, ഇപ്രകാരം, പ്രവർത്തിതം, പ്രവർത്തിക്കുന്ന ചക്രം. ഇതൊരു ചക്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തുടക്കവും ഒടുക്കവും, ഇതിങ്ങനെ ഒരു സർക്കിളാണ് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുള്ളതാണ്? ക്രമബദ്ധമായത്, വളരെ കൃത്യതയോടു കൂടിയുള്ളതാണ്. നമ്മളെപ്പോലെയല്ല. നമുക്ക് തോന്നും ചിലപ്പോൾ ഇതൊന്നും അങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെയാണ് പണ്ട് ഗുരു ആശ്രമത്തിൽ ഈ ഗുരുവിനെ കാണാൻ ആരോ വന്നു. കുറച്ച് തിരക്കിലായിപ്പോയി ഗുരു. അപ്പോൾ ഈ ഗുരു ഓരോ ദിവസവും സത്സംഗത്തിൻ്റെ അവസാനത്തിൽ ഈ പ്രസാദം കൊടുക്കും. പ്രസാദം എന്ന് പറഞ്ഞാൽ പഴങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കാം. അപ്പോൾ ഗുരു ഒരു ശിഷ്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, താൻ എല്ലാവർക്കും ആ പ്രസാദം അങ്ങോട്ടേക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനാണെങ്കിലോ ഭയങ്കര ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണിശക്കാരനാണ്. ഗുരു എന്താണോ പറയുന്നത് അതേപോലെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മൂപ്പർക്ക് എപ്പോഴും സംശയങ്ങളാണ്. അപ്പോൾ മൂപ്പര് ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചു, ഗുരു, ഞാനിത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? മനുഷ്യർ കൊടുക്കണ പോലെ കൊടുക്കണോ, ദൈവം കൊടുക്കണ പോലെ കൊടുക്കണോ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ യജ്ഞചക്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ആവേശത്തിലാണ്. അതിങ്ങനെ തലയിൽ മതിക്കുന്നുണ്ട് ഈ ശിഷ്യൻ്റെ. അങ്ങനെയാണ് ശിഷ്യൻ ഇത് ചോദിക്കുന്നത്, ഗുരു, ഞാൻ എങ്ങനെ കൊടുക്കണം എന്ന്. ഗുരു പറഞ്ഞു, ഗുരു ഇതിൻ്റെ ഈ ഭഗവാന്റെ വൈഭവത്തിൽ ഇങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഗുരു പറഞ്ഞു, ഭഗവാൻ കൊടുക്കുന്നത് പോലെ കൊടുക്കും. എന്നിട്ട് ഗുരു ഈ പറഞ്ഞ ആളുകളുമായിട്ട് അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുതിര അടി അവിടെ. അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ബഹളം. എന്താ ബഹളം? ഗുരുവേ വന്ന് നോക്കിയപ്പോൾ ചിലർ പറയണു എനിക്ക് കിട്ടി, ഇവന് കിട്ടിയില്ല. മറ്റവൻ പറഞ്ഞു എനിക്ക് തന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് പിടിച്ചു മേടിച്ചു, അപ്പുറത്ത് കൊടുത്തു. ഇവന് കുറേ കൊടുത്തു, മറ്റവന് കുറച്ചേ കൊടുത്തുള്ളൂ. കൊടുത്തവൻ്റെ അടുത്ത് നിന്ന് എടുത്തു, പിന്നെ മറ്റവന് കൊടുത്തു. അപ്പോൾ അവന് സങ്കടമായി. അപ്പം ഗുരു ചോദിച്ചു, എന്തോന്നാണിടോ ഇത്? അപ്പം ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ ചോദിച്ചില്ലേ അങ്ങയോട് ദൈവം കൊടുക്കണ പോലെ കൊടുക്കണോ, മനുഷ്യന്മാർ കൊടുക്കണ പോലെ കൊടുക്കണോ എന്ന്? അങ്ങനല്ലേ പറഞ്ഞത് ദൈവം കൊടുക്കണ പോലെ കൊടുക്കാൻ? ദൈവം എങ്ങനെയാണ് കൊടുക്കാറെന്ന് പറഞ്ഞു. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല. ചിലർക്ക് കൊടുത്തെടുത്തു നിന്ന് മൂപ്പരെടുക്കും. അപ്പോൾ ഗുരു പറഞ്ഞു, ശിഷ്യ, ഇന്നു മുതൽ നീ ഗുരു, ഞാൻ ശിഷ്യൻ, ഞാൻ നിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യജ്ഞചക്രം ഇതിനെക്കുറിച്ച് പറയാം. നമുക്ക് ചിലപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ. ഇഹ, ഇവിടെ ആരാണിത് അനുവർത്തിക്കാത്തത്, അനുസരിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്തത്? ഇതിൽ അനുസരണ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അകായുഹു. ഇവൻ എന്താണ്? അകായുവാണ്, പാപിയാണ്, കൊടും പാപി, അകായു. ഇവൻ പാപം പാകം ചെയ്യുകയാണ് രാവിലെ തന്നെ, അകായു. പിന്നെയോ ഇന്ദ്രിയാരാമ, ആത്മാരാമനല്ല, പേരൊക്കെ അങ്ങനെയാണ്, ആത്മാറാം, ഇന്ദ്രിയാരാമനാണ്. ഈ പാപി, പാപം പാകം ചെയ്യുന്ന കുക്കാണിവൻ, പാപത്തിൻ്റെ ഷെഫ്. അപ്പം ഈ പാപം ഭുജിക്കുന്ന അഖായു ഇന്ദ്രിയാരാമ സഹ, അവൻ്റെ
മോഹം ജീവതി, അവൻ്റെ ജീവിതം പോക്കാണ് അർജുന. അവൻ ഗോൺ കേസ്. ആര്? ഈ പ്രവൃത്തി ചക്രം തിരിച്ചറിയാത്ത, ഈ പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യം തിരിച്ചറിയാതെ ജീവിക്കുന്ന മൂരാച്ചികളുടെ ജീവിതം പോക്ക്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. ഈ 3-ാം അധ്യായം അതിമനോഹരമാണ്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ദൈവദേശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ആദ്യത്തെ വരി. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ആ ഈശ്വരൻ്റെ കരങ്ങൾ യജ്ഞമാകുന്ന യജ്ഞചക്രത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ നിന്ന്, ഈ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകരുത്, ഈ ചക്രത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അഖായുഹു ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. അവൻ്റെ ജീവിതം കഴിയും. അവന് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പോക്കാണ് കാര്യം. തുടർന്ന് ഭഗവാൻ പറയുക, എന്താ പറയണത്? നാളെ പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.